6-7 മണിക്കൂറത്തെ ട്രാവൽ കഴിഞ്ഞ് ഞാനും അമ്മയും അങ്ങനെ ഗുരുവായൂർ എത്തിച്ചേർന്നു. ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ആഹാരത്തിനാണ് ക്യൂവിൽ കയറി നിന്നു. കാരണം അത് വളരെ ലോങ് ആയിരുന്നു. ഒരു 1-2 മണിക്കൂർ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആഹാരം കിട്ടിയത്. എന്തായാലും ഒരു നേരം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണല്ലോ. അങ്ങനെ ഒരു 2:15 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിലെത്തി ഞങ്ങൾക്ക് ചെക്കിങ് ചെയ്യാൻ പറ്റി. ഉടനെ തന്നെ ഫ്രഷായി ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ ഇറങ്ങി. കുറച്ച് മണിക്കൂർ ക്യൂ നിന്നെങ്കിലും 1-2 മിനിറ്റ് നന്നായിട്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് ശ്രീകൃഷ്ണനെ കാണാൻ പറ്റി. തൊഴുതിറങ്ങി പിന്നീട് കടയെല്ലാം വെറുതെ കയറി ഇറങ്ങി നടന്നു അമ്മയായിട്ട്. അങ്ങനെ രാത്രിയിലത്തെ ആഹാരവും കഴിച്ച് ഞങ്ങൾ ഉടനെ തന്നെ കിടക്കാൻ കയറി. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. ഇത്തവണ ശ്രീകോവിലത്ത് കയറിയില്ല എങ്കിൽ പോലും ശ്രീകൃഷ്ണനെ വളരെ നന്നായി തന്നെ വെളിയിൽ നിന്ന് കാണാൻ പറ്റി. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെ കടയിൽ നിന്ന് 150 രൂപ കൊടുത്ത് വാങ്ങിയതാണിത്. പിന്നീട് ഞങ്ങൾ ആഹാരം കഴിച്ച് പ്രസാദവും വാങ്ങി 12 മണിയോടെ തന്നെ തിരിച്ചു പോകാനുള്ള ബസ്സിൽ കയറി. ഉച്ചയ്ക്ക് ബസ് നിർത്തിയെടുത്ത് നിന്നതിന് ഞങ്ങൾ ഇന്നലെ ചോറും മീൻകറിയും കൂട്ടി ആഹാരം കഴിച്ചു. പിന്നെയും കിടക്കുന്ന മണിക്കൂറുകൾ വീടെത്താൻ. ഇത്രയും നേരം ബസ്സിൽ ഇരുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഈ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ 6 മണിയോടെ തന്നെ വീടെത്തി.